ഇന്നൊരു ശനിയാഴ്ച ദിവസമാണ്. ഇന്ന് കുറച്ചധികം പണികളുള്ളത് കൊണ്ട് നേരത്തെ എണീറ്റു. നേരത്തെ എന്ന് പറയുമ്പോൾ ഒരു 6 മണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ എണീറ്റത്. എനിക്കുണ്ടല്ലോ എന്നും രാവിലെ ഇങ്ങനെ കിച്ചൺ നല്ല വൃത്തിയായിട്ടിരിക്കുന്ന കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ തന്നെ ഇങ്ങനെ വീഡിയോസ് ചുമ്മാ എടുത്ത് വെക്കും. നമ്മുടെ കിച്ചൺ എന്ന് പറയുമ്പോൾ ഭയങ്കര ചെറിയൊരു കിച്ചണാണ്. ഒരുപാട് സ്റ്റോറേജ് സ്പേസോ അല്ലെങ്കിൽ നിൽക്കാൻ തന്നെ രണ്ടുപേർക്ക് കഷ്ടിച്ച് നിൽക്കാൻ പറ്റുന്ന അത്ര തന്നെ സ്പേസേ ഉള്ളൂ. കാരണം നല്ല ഭംഗിയുണ്ടെന്ന് എനിക്ക് തന്നെ തോന്നാറുണ്ട്. രാവിലെ എന്നിട്ട് അങ്ങനെ അങ്ങ് അടുക്കളയിൽ കയറുന്നതിന് പകരം ഇടയ്ക്കൊക്കെ ഞാൻ ഇങ്ങനെ പുറത്ത് വന്നൊന്ന് നിൽക്കും. കാര്യം നമ്മൾ ഡിങ്കുവിനെ പുറത്ത് തുറന്ന് വിട്ടിട്ടുണ്ടായിരിക്കും കേട്ടോ. എന്നിട്ട് ആദ്യം വന്ന ഉടനെ അവനെ കൂട്ടിനകത്തോട്ടാക്കും. അവനെ കൂട്ടിനകത്തോട്ടാക്കുമ്പോൾ അവന് ഭയങ്കര വിഷമമാണ്. ഇങ്ങനെ വിഷമിച്ചൊരു മുഖമാണ്. സാധാരണ ഞാൻ രാവിലെ എണീക്കുമ്പോൾ ഞാൻ വലിയ ലൈറ്റ് ഇടാറില്ല. ഈ ചെറിയ വാം ലൈറ്റ് ആട്ടോ ഇടാറ്. കാര്യം അല്ലെങ്കിൽ മുത്ത് പെട്ടെന്ന് എണീക്കും. മുത്ത് എണീക്കുന്നതിന് മുൻപ് എനിക്ക് ചെയ്തു വെക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, ബിരിയാണി അരി വെള്ളത്തിൽ ഇടണം. കാര്യം ഇന്ന് ബിരിയാണിയാണ് വെക്കാൻ പോകുന്നത്. ഇന്ന് ബിരിയാണി വെക്കുന്നതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ഓഫീസിൽ ഞങ്ങൾ കൊളീഗ്സ് എല്ലാവരും കൂടി അവരവരുടെ രീതിയിൽ സ്പെഷ്യലായിട്ടുള്ള ഐറ്റംസ് കൊണ്ടുവരുമ്പോൾ കുറച്ച് കൂടുതൽ കൊണ്ടുവരും. ആക്ച്വലി അതൊരു രസമാണ്. എന്നിട്ട് എല്ലാവരും അത് ഷെയർ ചെയ്യും. ഞാൻ ഷെയർ ചെയ്യുന്ന ക്ലിപ്പൊക്കെ ഞാൻ എന്തായാലും ഈ വീഡിയോയിൽ കാണിക്കാം കേട്ടോ. ഞാനൊരു 1.5 നാഴി ബിരിയാണി അരിയാണ് ഇടാറ്. ഞങ്ങൾ യൂഷ്വലി ജീരക റൈസ് ഉണ്ടല്ലോ, അതാണ് ഇടുന്നത്. ജീരകശാല റൈസ്. അതിന് ആ ഒരു അരിക്ക് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതൊന്ന് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ മാക്സിമം നമ്മളൊന്ന് കുതിർത്ത് വെക്കാൻ വേണ്ടി വിടും. ആ ഒരു ടൈമൊക്കെ ആകുമ്പോഴേക്കും മുത്ത് എണീക്കും. പിന്നെ ഇന്ന് ബിരിയാണി വെക്കാൻ പോകുന്നത് മുത്താണ്. സ്പെഷ്യൽ ആയിട്ടുള്ള എല്ലാ ഐറ്റംസും മുത്താണ് വെക്കാറ്. ഞാൻ അതിനകത്ത് എല്ലാ രീതിയിലുള്ള സഹായങ്ങളും ചെയ്തു കൊടുക്കാറുണ്ട്. പക്ഷെ കുക്കിംഗ് എല്ലാം മുത്താട്ടോ ചെയ്യാറ്. ഈ ബിരിയാണി ചെമ്പ് എനിക്ക് കഴിഞ്ഞതിൻ്റെ അങ്ങേ വർഷം ഓഫീസിൽ നിന്ന് ഗിഫ്റ്റ് കിട്ടിയതാണ്. എല്ലാ ഓണത്തിനും നമ്മുടെ സാറ് നമുക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് തരാറുണ്ട്. അങ്ങനെ കിട്ടിയതാണ്. ഈ 3 വർഷത്തിൽ ഒരിക്കൽ പോലും ഇതുകൊണ്ട് വലിയ യൂസ് ഉണ്ടായിട്ടില്ല. കാര്യം നമ്മളിപ്പോഴാണ് നമ്മുടേതായിട്ടുള്ള ഒരു വീട് ബിൽഡ് ചെയ്തതും അവിടെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇപ്പോൾ നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ് ഈ ഒരു സാധനം. അപ്പോൾ നമുക്ക് ബിരിയാണി വെച്ച് ഞാനധികം സ്വയം വെച്ചിട്ടില്ല. വെച്ച് കണ്ട് പരിചയമുണ്ട്, മുത്ത് വെച്ച് കണ്ട് പരിചയമുണ്ട്. പക്ഷേ മുത്ത് എണീറ്റ് വരുന്നതിന് മുൻപ് നമുക്ക് ബിരിയാണിയുടെ കുറച്ച് കാര്യങ്ങളെല്ലാം അങ്ങ് ചെയ്തു വയ്ക്കുക. അതാകുമ്പോൾ മുത്തിന് വരുമ്പോൾ എളുപ്പമായിരിക്കും. ആദ്യം ഞാൻ നെയ്യ് വീത്തി അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഏലക്ക, പട്ട, ഗ്രാമ്പൂ, ആ ഒരു ലീഫൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്ത് അതൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതിന് വേണ്ടി ഞാൻ സെപ്പറേറ്റ് ഒരു 3 ജാർ വാങ്ങിയിട്ടുണ്ട്. നല്ല ക്യൂട്ട് ജാറാണ്, നല്ല യൂസ്ഫുള്ളും ആണ്. ഇതുപോലത്തെ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാനൊക്കെ നല്ലയാ. ഇതൊന്ന് മൂപ്പിച്ചെടുക്കുമ്പോഴും ഉണ്ടല്ലോ നല്ലൊരു മണം വരും. 1.5 ഗ്ലാസ് അരിക്ക് നമ്മളൊരു 5 ഗ്ലാസോളം വെള്ളം ഒഴിക്കാറുണ്ട് കേട്ടോ. അതിനുശേഷം അതൊന്ന് തിളയ്ക്കാൻ വേണ്ടി അടച്ചു വെക്കും. അതിനുശേഷമാണ് അരി ഇടാറ്. വെള്ളം ഒന്ന് തിളച്ച് വരുന്ന ടൈമിലേക്ക് നമുക്ക് നല്ലൊരു ചായ ഇടാം. രാവിലെ നല്ല ഒരു ചായ കുടിക്കുമ്പോൾ തന്നെ ആ ദിവസം ഭയങ്കര ഒരു പ്ലസൻ്റ് ആയിട്ട് നമുക്ക് തോന്നാറുണ്ട്. പക്ഷേ അധികം ചായ കുടിക്കുന്നത് നല്ലതല്ല എന്നാണ് മുത്ത് പറയാറ്. എനിക്ക് ചായ അല്ലെങ്കിൽ കട്ടൻ ഓർ എന്തെങ്കിലും കുടിച്ചില്ലെങ്കിൽ അന്നത്തെ ദിവസം എനിക്ക് നല്ല തലവേദന വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പാലോ എന്തെങ്കിലുമൊക്കെ വാങ്ങി അവിടെ സ്റ്റോക്ക് ചെയ്തിരിക്കും. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള സവാള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം സെറ്റ് ചെയ്യണം. ഞങ്ങളിങ്ങനെ എപ്പോഴും ചിക്കൻ വാങ്ങി സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. 2 കോഴിയൊക്കെ വാങ്ങി ക്ലീൻ ചെയ്ത് ഇതുപോലെ സിറ്റ് ബാഗിനകത്താക്കി വിടും. എപ്പോഴും നമ്മളിങ്ങനെ കഴുകത്തില്ല. അതായത് ഒരു ടൈമിൽ നല്ല രീതിയിൽ ഡീപ്പായിട്ടൊന്ന് വാഷ് ചെയ്യും. അതിനുശേഷം സിറ്റ് ബാഗിലാക്കി വെക്കും. എപ്പോഴും അങ്ങനെ കഴുകുന്നത് നല്ലതല്ല. ഇതിൻ്റെ കൂട്ടത്തിൽ ചായയിടക്കും അരിയിടക്കും ഒക്കെ നടക്കുന്നുണ്ട്. അറ്റ് എ ടൈം ഒരു ജോലിയല്ല, നമ്മൾ മൾട്ടിപ്പിൾ ആയിട്ട് നിന്നാൽ മാത്രമേ പെട്ടെന്ന് ജോലിയും കാര്യങ്ങളും കഴിയുള്ളൂ. മുത്ത് വരുമ്പോഴേക്കും നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ മുത്ത് ബിരിയാണി റെഡിയാക്കിക്കോളും. മുത്ത് എണീറ്റ് വരുമ്പോഴേക്കും അരി ഒന്ന് റെഡി ആകുമ്പോഴേക്കും നമുക്കൊന്ന് ചായ കുടിച്ചിട്ട് വരാം. എൻ്റെ കഥയിലെ കഥാനായകൻ വന്നു. ഇനി മുത്താണ് എല്ലാം ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. ഞാൻ എല്ലാ പണിയും മുത്തിൻ്റെ തലയിലോട്ട് വെച്ച് കൊടുക്കും. ഞാൻ പറഞ്ഞല്ലോ, മുത്ത് വരുന്ന ടൈം ആകുമ്പോഴേക്കും അരിയൊക്കെ വെന്തിട്ടുണ്ടാവും. ഞാൻ ചിക്കൻ ഓൾറെഡി പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. മുത്ത് വന്നിട്ട് ആ ചിക്കൻ ഒന്ന് പീസാക്കി അതിനാവശ്യമായിട്ടുള്ള മസാലകളും, അതായത് ഇതിന് തൈര് ചേർത്തിട്ടുണ്ട് കേട്ടോ, ഇതെല്ലാം ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വിടും. കുക്കിങ്ങിൻ്റെ പരിപാടിയെല്ലാം മുത്ത് ചെയ്യുന്ന ടൈമിലേക്കും ഞാൻ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളും ഉണ്ടായിരിക്കും. അത് ഞാൻ പെട്ടെന്ന് ചെയ്ത് തീർക്കും. ഇനി ഞാൻ കുക്കിംഗ് ഏരിയയിലോട്ട് അങ്ങനെ പോകാറില്ല. എന്നെ ചവിട്ടല്ലോ.
ചോട്ടല്ലെന്ന് പറഞ്ഞടാ. ഇപ്പൊ പോരാ. ഡിങ്കു സുന്ദരിയേ ഡിങ്കു ബിരിയാണി ഉണ്ടാക്കാൻ അറിയാത്തതായിട്ട് ആൾക്കാർ വളരെ കുറവായിരിക്കില്ലേ, പക്ഷെ എനിക്കിപ്പോഴും അത്രയ്ക്കും ഇങ്ങോട്ട് അറിയില്ല, അത് വേറൊരു കാര്യം. അതുകൊണ്ട് തന്നെ ഇതിന്റെ റെസിപ്പീസും കാര്യങ്ങളൊന്നും പറഞ്ഞു തരേണ്ടതില്ലല്ലോ. ആദ്യമായിട്ട് ഞങ്ങൾ ബിരിയാണി വെച്ച സമയത്ത് അത് ചെറുതായിട്ടൊന്ന് ഫ്ലോപ്പ് ആയിരുന്നു. അതിനുശേഷം വെക്കുന്ന എല്ലാ ബിരിയാണിയും ഓരോ വട്ടം ബെറ്റർ ആയിക്കൊണ്ടേയാണ് ഇരുന്നത്. കൊള്ളാം, നല്ല എരിയുണ്ടല്ലേ. ആവശ്യത്തിനുള്ളേ ഉള്ളൂ. എന്തായാലും ബിരിയാണി നല്ലതായിരുന്നു. അപ്പൊ ഇന്ന് നേരെ ഓഫീസിലോട്ട്. ഇന്ന് എല്ലാവരും അവരുടേതായിട്ടുള്ള രീതിയിൽ ഓരോ സ്പെഷ്യൽ ഡിഷസ് ഉണ്ടാക്കിക്കൊണ്ടുവരും. അപ്പൊ ഞാൻ ഇന്ന് കൊണ്ടുവന്നത് എന്തായാലും ബിരിയാണിയും ഒരു അച്ചാറുണ്ട്, നാരങ്ങയും ശർക്കരയൊക്കെ വെച്ചിട്ടുള്ള ഒരു അടിപൊളി അച്ചാറായിരുന്നു. അത് രണ്ടുമാണ് ഞാൻ കൊണ്ടുപോയത്. ബാക്കി എല്ലാവരും ബീഫ്, ചിക്കൻ, പെരട്ട്, അങ്ങനെ ഒരുപാട് വെറൈറ്റി സാധനങ്ങളുണ്ട്. നിങ്ങൾക്ക് ഈ ഇലയിൽ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടായിരിക്കും.